ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലബാർ ക്ലാസിക് കിച്ചൺ. അങ്ങനെ 2020 എന്ന വർഷം നമ്മോട് വിട പറയാറായി. ഈ പുതുവർഷം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും ആരോഗ്യവും കൊണ്ട് നിറക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഐ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ബർഫിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ഗ്ലാസ് മൈദ വേണം. ഞാൻ ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ചാണ് എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്തിട്ടുള്ളത്. 1/2 ഗ്ലാസ് കടലമാവ്, 1/2 ഗ്ലാസ് ചിരകിയ തേങ്ങ, 1/2 ഗ്ലാസ് റവ, 1/4 ഗ്ലാസ് പഞ്ചസാര. അത് ഞാൻ ഈ സെയിം ഗ്ലാസ് വെച്ചാണ് മെഷർ ചെയ്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ജാതിക്കപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, ആവശ്യത്തിനുള്ള നെയ്യ്, 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ഉരുകിയതിനു ശേഷം റവ ചേർക്കുക. ഇത് നന്നായി വറുത്തെടുക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് വേണം വറുക്കാൻ. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. അതുപോലെ നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ കടായിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ഉരുകിയതിനു ശേഷം മൈദ ചേർക്കുക. ഇത് നന്നായി വറുത്തെടുക്കുക. നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് കടായിലേക്ക് ചേർക്കുക. ഇത് ഉരുകുമ്പോൾ ഇതിലേക്ക് കടലമാവ് ചേർക്കുക. ഇതും വറുത്തെടുക്കുക. ഇതിന് നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ 3 ഇൻഗ്രീഡിയൻസും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബർഫി ഉണ്ടാക്കാം. ഒരു കടായിലേക്ക് പഞ്ചസാര ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. കയ്യിൽ ഒട്ടുന്ന പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇത് കട്ടകളൊന്നും കൂടാതെ നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഏലക്കപ്പൊടി ചേർക്കുക. നന്നായി യോജിപ്പിക്കുക. ജാതിക്കപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കുക. ഇത് തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ഒരു പ്ലേറ്റ് നെയ്യ് ചേർത്ത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബർഫി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ച പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരൽപ്പം ചൂടാറിയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരഞ്ഞു കൊടുക്കാം. ഇത് നന്നായി തണുത്തതിനു ശേഷം മാത്രമേ ഈ പ്ലേറ്റിൽ നിന്ന് എടുക്കാവൂ, ഇല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സ്പെഷ്യൽ ബർഫി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സാധാരണ കഴിക്കുന്ന ബർഫിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രുചിയാണ് ഈ ബർഫിക്കുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഈ ഒരു സ്വീറ്റ് റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. See you soon. Bye bye.